പൾസിലേക്ക് സ്വാഗതം. ഇനി വിദഗ്ധ ഡോക്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ശ്രദ്ധിക്കാം. പൾസ് എക്സ്പെർട്ട്. അമിതവണ്ണം പരിഹരിക്കുവാൻ ഇന്ന് ശസ്ത്രക്രിയാ മാർഗവും ലഭ്യമാണ്. എന്താണ് മെറ്റബോളിക് സർജറി? ഇത് ആരിലാണ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങളുണ്ടോ? ഇതേക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ ആർ പത്മകുമാറാണ്. ഡോക്ടർ, ഈ ബാരിയാട്രിക് സർജറി അല്ലെങ്കിൽ മെറ്റബോളിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത് കൊണ്ട് വണ്ണം കുറയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയകളാണ് ഉദ്ദേശിക്കുന്നത്. മെറ്റബോളിക് സർജറി എന്നതിന് പറയാൻ കാരണം ഈ അമിതവണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഡയബറ്റീസ്, ബ്ലഡ് കൊളസ്ട്രോൾ കൂടുന്നത്, ബ്ലഡ് പ്രഷർ കൂടുന്നത് ഇത്യാദിയായിട്ടുള്ള കുറേ അസുഖങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ അസുഖത്തിനെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അപ്പം ഒബീസിറ്റിയുടെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങളെല്ലാം മാറിപ്പോകുന്നതുകൊണ്ട് ഇതിനെ മെറ്റബോളിക് സർജറി എന്നാണ് പറയുന്നത്. ആ മെറ്റബോളിക് സിൻഡ്രോമിന് പാർട്ടായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും വലിയൊരു അളവ് വരെയും പരിഹാരം കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് ടേംസും മാറി മാറി ഉപയോഗിക്കുന്നത്. ഈ ബാരിയാട്രിക് സർജറി ഡോക്ടർ സൂചിപ്പിച്ചു അമിതവണ്ണം നിയന്ത്രിക്കുവാൻ വേണ്ടുന്ന ശസ്ത്രക്രിയയാണ്. എന്താണ് അമിതവണ്ണം? ആരിലാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്? അമിതവണ്ണമുണ്ട് എന്നൊരാളിൽ പറയുന്നത് തന്നെ അവരുടെ ഹൈറ്റും വെയിറ്റും കൊണ്ടുള്ള അനുപാതത്തിലുള്ള വ്യത്യാസം വരുമ്പോഴാണ്. നമ്മൾക്കിപ്പോൾ ഹൈറ്റ് ഒരു 2 മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, വെയിറ്റ് 100 ആണെന്നുണ്ടെങ്കിൽ ഈ 100 കിലോ ഡിവൈഡഡ് ബൈ 2 × 2, അപ്പോൾ 25 എന്നൊരു വാല്യൂ കിട്ടും. അതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഏഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം 23 വരെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി മാസ് ഇൻഡെക്സ് ആയിട്ട് പറഞ്ഞാൽ, 18 തൊട്ട് 23 വരെ. അപ്പോൾ 23 തൊട്ട് 27.5 വരെ ഓവർ വെയിറ്റ് എന്ന് പറയും, അമിതവണ്ണം. 27.5 മുകളിലേക്ക് വരുമ്പോഴാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒബീസിറ്റി ഉള്ള ആൾക്കാരിൽ തന്നെ ഈ 32.5 വരെയും പലപ്പോഴും മെഡിക്കൽ മോഡിഫിക്കേഷൻസ് ഒക്കെ മതിയായിരിക്കും. നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കാൻ പറയുക, എക്സസൈസ് പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിസിൻസ്, ഓർലിസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് മാത്രമേ ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ളതുള്ളൂ. അപ്പോൾ ആ മരുന്ന് കൊടുത്തിട്ടാണെങ്കിലും വെയിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഈ 32.5 മേളിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, അത് കുറച്ചുകൂടെ ഒരു മോർബിഡ് ഒബീസിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒബീസിറ്റിയിലോട്ട് പോകുമ്പോഴാണ് ശസ്ത്രക്രിയ ചെയ്തിട്ടാണെങ്കിലും ഇത് നിയന്ത്രിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. പലപ്പോഴും ഈ 30 ക്രോസ് ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് വരുമ്പോഴാണ് ഈ അസോസിയേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഭാഗമായിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ കൂടുക, പിന്നെ കൂർക്കമലി, അങ്ങനത്തെ കൂടുതൽ രോഗങ്ങൾ വരുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റ് റപ്ചർ ചെയ്യാതെ അവർക്ക് ഇൻഫെർട്ടിലിറ്റി തന്നെ വരുന്ന തരത്തിലേക്കുള്ള അസുഖങ്ങൾ വരിക. ലിവറിലാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, ഫാറ്റി ലിവർ എന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നോൺ ആൽക്കോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ പ്രോബ്ലം തന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കലായിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം അതൊരു പെർമനന്റ് സൊല്യൂഷനാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഷുവർ ആയിട്ടുള്ള റിസൾട്ടും കിട്ടുന്നതാണ്. എന്താണ് ഈ വെയിറ്റ് റിഡക്ഷൻ ശസ്ത്രക്രിയ? യഥാർത്ഥത്തിൽ അതിൽ എന്താണ് ചെയ്യുന്നത്? വെയിറ്റ് റിഡക്ഷന് പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ പ്രാബല്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും ഏറ്റവും സേഫ് ആയിട്ടും ഏറ്റവും നല്ല റിസൾട്ട്സ് കിട്ടുന്നതായിട്ട് പറയുന്നത് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറാണ്. അതിൽ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് മെത്തേഡിലൂടെ ആമാശയത്തിലോട്ടാണ് നമ്മുടെ ഫുഡ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതൊരു ചേംബർ പോലെ വലിയൊരു അവയവമായിട്ട് വയറിനകത്തുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ മോശമായിട്ടുള്ള ഹോർമോൺസ്, നമുക്ക് ഗ്രലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പിറ്റൈറ്റ് കൂടുന്നതിനുള്ള ഹോർമോൺ, അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന പോർഷനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചു മാറ്റുക തന്നെയാണ് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പിയിലൂടെ എൻഡോസ്കോപ്പിക് സ്റ്റേപ്ലർ എന്ന് പറഞ്ഞിട്ട് 3 rows of സ്റ്റിച്ച് ഇടുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റൊമക്കിനെ ശരിക്കും പറഞ്ഞാൽ അന്നനാളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആക്കി മാറ്റുക. ബാക്കിയുള്ള ഭാഗത്തും ഇൻഡസ്റ്റൈൻ അതേ സൈസ് തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ ആ ഒരു വലിയൊരു കപ്പാസിറ്റി മാറ്റുക, അതിനകത്തു നിന്നുള്ള ഒരു ഹോർമോൺ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മൾ കണക്കാക്കുന്നത് ഈ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം കുറയും. സ്റ്റൊമക്കിന്റെ കപ്പാസിറ്റി കുറയുന്നത് കൊണ്ട് ആഹാരം കുറച്ചേ കഴിക്കത്തുള്ളൂ. പിന്നെ ഈ ആഹാരം വേഗം തന്നെ താഴോട്ട് പോകുമ്പോൾ ഇൻഡസ്റ്റൈൻസിലുള്ള ഹോർമോൺസ് ഉണ്ട്, GLP-1 പറഞ്ഞിട്ട്. അപ്പൊ ആ ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ആവുകയാണെങ്കിൽ 2 പ്രയോജനം. ഒന്ന്, സാഷിയേറ്റി ഫീലിംഗ്, മതി എന്നുള്ളൊരു ഫീലിംഗ് വരിക, അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിൽ കുറവ് വരും.
ആ GLP-1 സ്റ്റിമുലസ് അനുസരിച്ചിട്ടാണ് പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് ഈ ഡയബറ്റിസ് വരാനുള്ള സാധ്യതയും വളരെ കുറയും. അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കൺട്രോളിലോട്ട് പോകും. ലിവറിൽ നിന്നുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ കുറയുമ്പോഴത്തേക്ക് ലിവറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിയോഗ്ലൂക്കോജനസിസ് ആ ഒരു തരത്തിൽ ഉണ്ടാകുന്ന ഷുഗറിന്റെ അളവ് കുറയും. പിന്നെ ഉള്ള ഇൻസുലിൻ ഫാറ്റ് കുറയുന്ന അനുസരിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതിന് അല്ലെങ്കിൽ ഫാറ്റ് ലോസ്റ്റ് ആയി പോകുന്ന കണ്ടീഷൻ മാറുക. അപ്പം മൊത്തത്തിൽ നമ്മുടെ ആഹാരത്തിലുള്ള ഒരു നിയന്ത്രണം വരുന്നു, നല്ല ഹോർമോൺസ് ഉത്തേജിക്കപ്പെടുക, ഫാറ്റ് കുറയുന്നതുകൊണ്ട് ഉള്ള ഇൻസുലിനും മറ്റ് ഘടകങ്ങളും നല്ലവണ്ണം പ്രവർത്തിക്കുന്നു. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫാറ്റ് കുറയുന്നതോടൊപ്പം തന്നെ ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസും മാറി മാറി പോകുന്നുണ്ട്. ഇപ്പം ഫാറ്റ് കുറയുമ്പോൾ എല്ലാവർക്കും അറിയാം കൊളസ്ട്രോളിന്റെ അളവ് കുറയും. അത്രയും ഒരു വെയിറ്റ് കുറച്ചിലും കഴുത്തിലേക്ക് ഭാരം വെയിറ്റും ഇത് കുറയുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേന് കൂർക്കം വലിക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടാവും. സാധാരണഗതിയിൽ ആ വെയിറ്റ് കുറയുന്നതോടനുബന്ധിച്ചിട്ട് തന്നെ BP-യിൽ കുറവ് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ വിവിധങ്ങളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന അസുഖങ്ങൾക്കും വ്യത്യാസമുണ്ട്. ഇപ്പം ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് വളരെയധികം ഇത് മെറ്റബോളിക് സിൻഡ്രോം കൺട്രോൾ ചെയ്താൽ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിന്റെ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 70% വരെ കുറയ്ക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബാരറ്റിക് സർജറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ പ്രിവെന്റീവ് ഓങ്കോളജിസ്റ്റ് എന്ന് പറയാന്ന് പറയും. വെച്ചാൽ ക്യാൻസർ വരാതിരിക്കാനുള്ള ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഒരു മാർഗം നമ്മുടെ ശരീരത്തിലെ ബോഡിയിലെ ഫാറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ആമാശയത്തിന്റെ ഒരു വലിയ ഭാഗം മുറിച്ചു മാറ്റുന്നു. ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് പെർമനന്റ് ആണോ, അത് വീണ്ടും തിരിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ തുന്നിച്ചേർക്കുക സാധ്യമാണോ? അങ്ങനെ മുറിച്ചു മാറ്റുന്നത് കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാമോ? ശസ്ത്രക്രിയയെ തുടർന്ന് രോഗി പാലിക്കേണ്ട ചില മാർഗങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടോ? ആമാശയത്തിന്റെ ഭാഗം മുറിച്ചു മാറ്റുന്നുള്ളതാണ് പലർക്കും ഒരു കൺസേൺ ഉള്ള കാര്യം. ഇത് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കഴിക്കുന്നതിലൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വരത്തില്ല എന്നുള്ളതാണ്. നമ്മൾ കണക്കാക്കുന്നത് ആ ആമാശയത്തിന്റെ ഭാഗത്ത് ഈ ഫണ്ടസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു വീർത്തിരിക്കുന്നതായിട്ടുള്ള ബോഡി എന്ന് പറയുന്ന പോർഷനിലൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ആ പോർഷനിൽ ഒരു ട്യൂമർ വന്നിരുന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അത് മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹോർമോൺസ് ദോഷമായിട്ട് അളവിൽ ഉണ്ടാകുന്നതാണ് ഇത്തരക്കാരിലുള്ള കുഴപ്പമുണ്ടാകുന്നത്. അവർക്ക് വണ്ണം കൂടാനും കാരണം അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസിനും കാരണം. അപ്പൊ അത് മുറിച്ചു മാറ്റുന്ന രോഗിക്ക് എന്തായാലും നല്ലത് തന്നെയായിരിക്കും. അത് മാറ്റിക്കഴിയുമ്പം ആഹാരം കഴിക്കുന്നതിൽ പൊതുവെ ഒരു നിയന്ത്രണം വരും. പക്ഷെ അവർ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ ആഹാരവും കഴിക്കാം, അതിന്റെ അളവിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ 4 ഇഡ്ഡലി കഴിച്ച ആൾക്ക് 1 or 2 ഇഡ്ഡലി കഴിക്കുമ്പോൾ ഫുൾനെസ് വരും. അത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇത്തരക്കാർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 or 2 മാസം ഫ്ലൂയിഡ് ഡയറ്റിലോട്ട് വെക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് മാത്രം കഴിക്കാൻ പറയുന്ന സമയത്തേക്ക് മാത്രമേ വൈറ്റമിൻസ് തന്നെ കൊടുക്കാറുള്ളൂ. 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരാൾക്കും വൈറ്റമിൻ പോലും ആവശ്യമില്ല. നമ്മൾ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഫോളോ അപ്പിന് വരുന്ന പേഷ്യൻസിനെ അയണും മഗ്നീഷ്യവും കാൽസ്യവും ആൽബുമിൻ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നോർമൽ വാല്യൂ നിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നത്. അപ്പം പെർമനന്റ് ആയിട്ടുള്ള ദോഷഫലങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ ഇവരുടെ ഈ മെഡിക്കൽ പ്രോബ്ലംസ് എല്ലാം കറക്റ്റ് ചെയ്യുന്നതിനുള്ള വളരെ ഒരു നല്ല മാർഗമാണ്. ഡോക്ടർ സൂചിപ്പിച്ചു, തുടർന്ന് അങ്ങോട്ട് ഏത് ഭക്ഷണവും കഴിക്കാം, പക്ഷെ കഴിക്കുന്ന അളവ് കുറയ്ക്കണം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്, അതുകൊണ്ട് വീണ്ടും വണ്ണം കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഭക്ഷണ നിയന്ത്രണം, വ്യായാമം തുടരുകയും ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും പേഷ്യന്റ് അമിതവണ്ണം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഈ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരാറുണ്ടോ, അതോ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി? സാധാരണ ഒരു 95% ആൾക്കാരും അവർക്ക് ഏകദേശം വേണ്ട ഒരു ടാർഗറ്റ് വെയിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ടാർഗറ്റ് ബോഡി മാസ് ഇൻഡെക്സിലോട്ട് നിർത്തുന്നതിന് വേണ്ടിയാണ് അവരുടെ ഒരു ചെറിയ ശ്രമം. ഇപ്പം ആ ഒരു ഓപ്പറേഷൻ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചോളം എത്ര എഫർട്ട് എടുക്കണോ അതിന്റെ ഒരു 10-1 എഫർട്ട് ഈ സർജറി ചെയ്ത പേഷ്യൻസ് എടുത്താൽ മതി. കാരണം അവർക്ക് ആമാശയത്തിന് വലിയൊരു വലിപ്പമില്ല, ഒരു വലിയ ചേംബർ പോലെ കിടന്നിട്ട് വിശപ്പുണ്ടാക്കി അല്ലെങ്കിൽ ഒരു എംപ്റ്റി ഫീലിംഗ് വന്നിട്ട് കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാധാരണ ഒരാൾ ചെയ്യുന്നതിൽ 10-1 ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഈ ആഹാര നിയന്ത്രണം സാധ്യമാവും. അവരുടെ ഹോർമോൺസ് അവരെ സഹായിക്കും. ഇവരാരും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് അടുത്ത ദിവസം തൊട്ട് നന്നായി പോയതുകൊണ്ടോ അവരുടെ ചിന്താഗതിയിൽ മാറ്റം വന്നുകൊണ്ടല്ല, അവരുടെ ഹോർമോൺസിലെ വ്യത്യാസം അവരെ സഹായിക്കുന്നതുകൊണ്ട് ഇത് തുടർന്ന് പോകാനായിട്ട് 95% ആൾക്കാർക്കും സാധിക്കും. ഇതിനകത്ത് വ്യത്യാസം വരുന്ന ആൾക്കാർ പോലും പണ്ടുണ്ടായിരുന്ന ഈ 35-40 BMIയിലോട്ടൊന്നും പോകാറില്ല. 23 നമ്മൾ പറയുമ്പോൾ 25-27 വന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അത് തന്നെ കുറച്ചൊക്കെ അവർക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ കൺട്രോൾ ചെയ്യാം. വളരെ ചുരുക്കം പേരിൽ 1%-2% പേരിലാണ് പിന്നീട് എന്തെങ്കിലും ഓപ്പറേഷൻസ് തന്നെ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെയുള്ളപ്പം ബൈപ്പാസ് ഓപ്പറേഷൻസിലോട്ടൊക്കെ പോകാൻ പറ്റും. അഡീഷണൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ശസ്ത്രക്രിയ ഡോക്ടർ നേരത്തെ ഇടയ്ക്ക് സൂചിപ്പിച്ചു, ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത്. ഇത് മീൻസ് വളരെ ഭാരിച്ച് ചെലവുള്ള ശസ്ത്രക്രിയയാണോ? ഏറെ നാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരാറുണ്ടോ? നമ്മൾ ഇത്തരം ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പികൾ ചെയ്യുന്നത് കൊണ്ട് വേഗം തന്നെ പേഷ്യന്റിന് റിക്കവറി വരുന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കാനേ പറ്റും. ഇത്തരക്കാരിൽ മുറിച്ചിട്ട് ചെയ്യുന്നത് ശസ്ത്രക്രിയ വിദഗ്ധന് പോലും പേടിയുള്ള കാര്യമാണ്. കാരണം ഇത് ആമാശയത്തിന്റെ ഭാഗത്തേക്കൊന്നും കൈയൊന്നും കടത്തി എത്താൻ തന്നെ പറ്റില്ല. അപ്പൊ ലാപ്രോസ്കോപ്പി ആവുന്നതുകൊണ്ട്
1 സെന്റിമീറ്ററിന്റെയോ 2 മുറിവുകൾ ഉണ്ടാവും, 5 മില്ലിമീറ്ററിന്റെ 3 മുറിവുകളെ ഉണ്ടാവത്തുള്ളൂ. അവർക്ക് ഒരു 3-4 ഡേയ്സ് ഹോസ്പിറ്റലിൽ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വിടുക എന്നുള്ളത് വെച്ചാൽ ആമാശയത്തിന്റെ ഓപ്പറേഷൻ ആണ്, ജനറൽ അനസ്തീഷ്യ എടുത്തിട്ട് ചെയ്തിട്ടുള്ള മേജർ ഓപ്പറേഷൻ ആയതുകൊണ്ട് നോക്കി അവർക്ക് സുരക്ഷിതമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും. ഒരാഴ്ചക്കകത്ത് അവർക്ക് സാധാരണ രീതിയിലുള്ള എല്ലാ ജോലികളിലും ഏർപ്പെടാനും സാധിക്കും. സാധാരണയായിട്ട് 2.5-3 ലക്ഷം രൂപ ഇതിന് മൊത്തം ചെലവ് വരും. ഇതിനകത്തുള്ള എക്യുപ്മെന്റ്സ്, ബ്ലഡ് ലോസ് വരാതിരിക്കാനുള്ള ഹാർമോണിക് സ്കാൽപ്പ് എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ, എൻഡോസ്കോപ്പിക് സ്റ്റേപ്പിൾ, ഇതിന്റെ എല്ലാം കൂടെ ചെലവ് വന്നു കഴിഞ്ഞാലും ഇത്രയാണ് വരുന്നത്. അവർക്ക് സാധാരണ രീതിയിൽ ജോലി ഒരാഴ്ചക്കകത്ത് പോകാമെന്നുള്ളത് കൊണ്ട് വലിയ റെസ്ട്രിക്ഷൻസോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. സാധാരണ വ്യായാമങ്ങളൊക്കെ ചെയ്യാം. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങൾ മാറുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വളരെ അക്സെപ്റ്റ് ചെയ്യാൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അമിതവണ്ണം ഏറെയുള്ളവരിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അതുവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശസ്ത്രക്രിയ ഇന്ന് ലഭ്യമായിരിക്കുന്ന നല്ല ഒരു ചികിത്സാ മാർഗമാണ്. താരതമ്യേന ലളിതമായി ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതും അധിക നാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരില്ല എന്നതും ഇതിന്റെ ചില ഗുണങ്ങളാണ്. ഇന്ന് ചിലവ് അല്പം കൂടുമെങ്കിലും ഒരുപക്ഷെ ശാശ്വതമായ പരിഹാരം തന്നെ അമിതവണ്ണത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഈ മാർഗം വഴി ലഭിക്കുന്നുമുണ്ട്.